വായനാ പക്ഷാചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ശൂരനാട് വടക്ക് ചേഞ്ചിറക്കുഴി മഴ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് വായനാ പക്ഷാചരണം സംഘടിപ്പിച്ചിട്ടുള്ളത്. മഴയിൽ തുറന്നിട്ട പുസ്തകചിന്തകൾ എന്ന പേരിലാണ് വായനാ പക്ഷാചരണം. പുസ്തകമെന്ന ചിപ്പിക്കുള്ളിൽ വിജ്ഞാനങ്ങൾ പലതാണ്. കഥകൾ, കവിതകൾ, പാട്ടുകളെല്ലാം അങ്ങനെ പലതരം അറിവാണ്. ശൂരനാട് വടക്ക് ചേഞ്ചിറക്കുഴി മഴ ഗ്രന്ഥശാലയാണ് മഴയിൽ തുറന്നിട്ട പുസ്തക ചിന്തകൾ എന്ന പേരിൽ വായനാ പക്ഷാചരണം സംഘടിപ്പിച്ചിട്ടുള്ളത്. ജൂലൈ 7 വരെ വിവിധ പരിപാടികളാണ് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. വായനാ പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനം ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് അംഗം ജെസി ബ്ലസൻ ഉദ്ഘാടനം ചെയ്തു. സാറ്, അബ്ദുൽ സലീം സാറ്, എല്ലാവരും ഈ സമയത്ത് ഞാൻ ഒത്തിരി അഭിനന്ദനം അർഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയാത്ത ഈ കാലഘട്ടത്തിൽ എല്ലാ കുഞ്ഞുങ്ങളും നാടി ഇപ്പം തന്നെ ഓരോ രജിസ്റ്റർ എടുത്തിട്ട് അവർ തന്നെ അവരുടെ പേരൊക്കെ എഴുതുമ്പം നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നും. അതുകൊണ്ട് ഇതിനെല്ലാവിധ നമ്മൾ പ്രാധാന്യം നൽകിക്കൊണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് എന്തെല്ലാം സഹായങ്ങൾ എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാന്നുള്ളത് പിന്നെ ഇവരോട് തീരുമാനിച്ച് ഞാൻ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സംരംഭം ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം അനിത പ്രസാദ് വായനാ ദിന സന്ദേശം നൽകി. ഈ വായനാ ദിനവുമായി ആചരിച്ചു പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വായന എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ പുസ്തകങ്ങൾ, ഞാൻ പുസ്തകം എന്ന് വായിക്കുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന പുസ്തകങ്ങൾ, കണക്കും മാത്സും അല്ലെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം, സയൻസും ഒക്കെ ഞാൻ എന്നും പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ വായന അതാണ് എന്ന് അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. കുട്ടികളോടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് വായിക്കാൻ ധാരാളം പുസ്തകങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ലൈബ്രറി വന്നപ്പോൾ ലൈബ്രറിക്കകത്ത് തന്നെ പുസ്തകങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഇനി ഈ ലൈബ്രറിയുടെ തുടക്കമാണ്. പുസ്തകങ്ങൾ ധാരാളം വരാനുള്ളത്. നമ്മുടെ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ പുസ്തകങ്ങൾ എടുക്കുകയൊക്കെ ചെയ്യും. അപ്പം നമുക്ക് വായിക്കുവാൻ ഇഷ്ടമുള്ള പുസ്തകങ്ങൾ, ഇപ്പോൾ പുതിയ ലൈബ്രറി ആണെങ്കിൽ ചിലപ്പോൾ എല്ലാത്തരം പുസ്തകങ്ങളും ചിലപ്പോൾ കാണാൻ സാധ്യതയില്ല. എന്നാൽ എനിക്ക് തോന്നുന്നു കുറേ ശേഖരിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ ലൈബ്രറി അല്ലെങ്കിൽ ലൈബ്രറിയെ എടുത്ത് എനിക്ക് ഇന്ന പുസ്തകം വേണം, ഇവിടെ ഇല്ല എങ്കിൽ പറഞ്ഞാൽ നമ്മുടെ പുസ്തകോത്സവത്തിന് അവർ ആ പുസ്തകം എടുത്ത് നമുക്ക് ഇവിടെ കൊണ്ടുതരും. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശിവപ്രസാദ് വിശിഷ്ടാതിഥിയായി. ഗ്രന്ഥശാല പ്രസിഡന്റ് നവാസ് എസ് ചേഞ്ചിറക്കുഴി അധ്യക്ഷത വഹിച്ചു. എം സുധീർ ഖാൻ റാവുത്തർ, എം അബ്ദുൽ സലീം, റീന മുനീർ, സഫ സുധീർ, ആർ മുംതാസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ. ഈ ഗ്രന്ഥശാലയിലേക്ക് വരുന്നില്ല, എന്തുകൊണ്ടാണ് എന്നതിനെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ഈ ഗ്രന്ഥശാലയിലേക്ക് കുട്ടികൾ വരാതെ അല്ലെങ്കിൽ മുതിർന്നവർ വരാതെ നമ്മുടെ വായന നമുക്ക് എങ്ങനെ വായിച്ച് ഒരു വികസിത ഭാരതത്തിന്റെ, ഒരു വികസിത ലോകത്തിന്റെ ഭാഗമായി മാറാൻ കഴിയും. ഒട്ടേറെ പ്രമുഖരായ എഴുത്തുകാരുണ്ട്, വളരെ പ്രശസ്തരായിട്ടുള്ള കവികളുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്, സാമൂഹ്യ പരിഷ്കർത്താക്കൾ, ഉഴുതുമറിച്ച ഈ മണ്ണ്, അയ്യങ്കാളി, അതുപോലെ കുമാരനാശാൻ, വെട്ടി പട്ടതിരിപ്പാട്, ഒട്ടേറെ പ്രമുഖർ. ശാസ്താംകോട്ട.